നമസ്കാരം, കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലോ ബഡ്ജറ്റ് ഫങ്ഷൻ വെയർ സാരികൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. 1000 ബിലോ റേഞ്ചിലുള്ള സാരികൾ കാണിക്കാവുന്ന ഇങ്ങനത്തെ മോഡൽ സാരികളൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു റേഞ്ചിൽ പെട്ട ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒത്തിരി ഫങ്ഷനുകളുടെ കാലമാണല്ലോ. കല്യാണമായിട്ടും എന്താ പറയുക, കീർത്താവസം, ഇങ്ങനെ ഒത്തിരി ഫങ്ഷനുകളുടെ സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമ്മുടെ കുബേര പട്ട്, ഇതാണ് സാരി. ആദ്യത്തെ സാരിയാണേ. ഒരു എന്താ പറയുന്നത്, ക്രീം ഷെയ്ഡ് പോലത്തെ വന്നിട്ട്, ക്രീമെന്ന് ചിക്കു കളർ എന്നൊക്കെ പറയുന്നത്, ഗോൾഡൻ കളർ, ആ കളർ വന്നിട്ട് ബോർഡർ വന്ന് രണ്ട് സൈഡിലും ഈ ബോർഡർ വന്നിട്ട് കണ്ടോ, രണ്ട് സൈഡിലും ഈ ബോർഡർ വന്നിട്ട് എന്താ പറയുക, പിങ്ക് കളറാണ് ബോർഡർ. മുന്താണി ഇങ്ങനെ ടാസിലൊക്കെ പിടിപ്പിച്ച്, ബ്ലൗസും അത് തന്നെ, ആ ഒരു ഡിസൈൻ തന്നെ, ആ മുന്താണിക്ക് വരുന്ന ഇതാണ് ബ്ലൗസ്. കണ്ടോ, എല്ലാം നല്ല സോഫ്റ്റാണ്. അറിയാലോ, കുബേരപ്പട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, നല്ല സോഫ്റ്റാണ്. ഒത്തിരി കനവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽപ്പെട്ട 1100 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ കുറേയുണ്ട്. പിന്നെ പട്ടോള, അത്രയാണ് ഇന്ന് കാണിക്കുന്ന സാരികൾ. ഇതാണ് ആദ്യത്തെ സാരി. കണ്ടോ, ഒരു ക്രീം ഷെയ്ഡ് അല്ലെങ്കിൽ ചിക്കു കളർ എന്ന് പറയും. എന്നിട്ട് കൂടെ ഗോൾഡൻ കളറുള്ള ചെറിയൊരു വീവിങ്, നൂല് കൊണ്ട് വീവ് ചെയ്തിരിക്കുന്ന അത് നല്ല സാരിയാണ്. നല്ല നമുക്ക് ഈ പറയുന്ന പോലെ ഉടുത്താൽ നല്ല ഭംഗിയാണ്. അതിനകത്തെ ഒരു മെയിൻ അട്രാക്ഷൻ, ഞാൻ ഈ സാരി ഉടുത്ത് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുക, ബ്ലൗസ് ഭയങ്കരമായിട്ട് അതിന് നല്ലൊരു ഇതാണ്. ഇവിടെ ഇത്രയും ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ഷെയ്ഡ് ബ്ലൗസും കൂടെ വരുമ്പം നല്ലൊരു പ്രത്യേക ലുക്കാണ്. 1100 രൂപ. അതിൻ്റെ തന്നെ സെയിം സാരി, ആ കളർ ഗോൾഡൻ കളറിൻ്റെ സ്ഥാനത്ത് ഒരു ക്രീം ഷെയ്ഡ് കൂടുതലായിട്ട് വരും. ഉണ്ടോ, ഇച്ചിരി കൂടെ ക്രീം ഷെയ്ഡ് തെളിഞ്ഞ് നിൽക്കുന്ന കളറ്. അത് വരുമ്പോൾ ഒരു ഗോൾഡൻ്റെ ഇച്ചിരി കൂടെ ഡൗൺ എന്നല്ല പറയുന്നത്, ഇച്ചിരി കൂടി ഡാർക്ക് വരുന്ന, ഡൗൺ എന്ന് പറഞ്ഞാൽ ഡാർക്ക് വരുന്ന കളർ. ഇച്ചിരി കൂടി തെളിവ് ഈ ബോഡിയുടെ പാർട്ട് വരുമ്പം. ഇവിടുത്തെ രണ്ടും ഏകദേശം സെയിം കളർ തന്നെയാണ്. മുന്താണിക്ക് ബ്ലൗസും അങ്ങനെ തന്നെ. ഇതുണ്ടോ, ഇതാണ് ബ്ലൗസ്. ഈ ബ്ലൗസിനെ കൈക്ക് വെക്കാനായിട്ട് ബോർഡറുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ബോർഡറുണ്ട്. അതിനുമുണ്ട്, ആദ്യം കാണിച്ചതിനുമുണ്ട്, ഇതിനുമുണ്ട്. ആ ബോർഡറൊക്കെ കൂടെ വെന്ന് കഴിയുമ്പോൾ ബ്ലൗസ് നല്ല ഒരു ഭംഗിയാണ് കാണാൻ. ബ്രൊക്കേഡാണെങ്കിലും നല്ല ബോർഡറാണ് കയ്യെ വെക്കാനൊക്കെ ഉള്ളത്. അതും ഈ ഒരു കോമ്പിനേഷനും കൂടെ വന്നു കഴിയുമ്പോൾ ഒത്തിരി ഭംഗിയാണ്, നല്ലൊരു ലുക്കാണ്. പിന്നെ ഇത്രയ്ക്കുള്ള റേഞ്ചല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പട്ട് സാരി ബെസ്റ്റ്. സാരി ഇങ്ങോട്ട് വെക്കും, സാരി താഴോട്ട് പോകുന്നു, എല്ലാം വണ്ടേ വെച്ചിട്ടേ. ഈ റേഞ്ചല്ലേ ഉള്ളൂ. നമുക്കിപ്പം ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒത്തിരി സാരികൾ, ഒത്തിരി എന്താ പറയുക, പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവരാണ് ഈ എന്താ പറയുന്നത് മീഡിയം റേഞ്ച് സാരികൾ എൻക്വയറി ഒത്തിരി നടത്തുന്നുണ്ട്. അത് നല്ലതുമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളൊരു സാരി എത്ര പ്രാവശ്യം നമ്മൾ ഉടുക്കുന്നുണ്ട്, ഒത്തിരി പ്രാവശ്യം ഒന്നും ഉടുക്കത്തില്ലല്ലോ. ഇതടുത്തത്, ഇതിൻ്റെ വില മറ്റേതിനേക്കഴിഞ്ഞ് വില വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. കാണുമായിരിക്കും അല്ലേ വില നോക്കിയാൽ. ആണോ, 1100 തന്നെയാണോ? ആയിരിക്കും, എല്ലാം ഒരേ സാരിയല്ലേ. ഇത് കണ്ടോ, നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ബോട്ടിൽ ഗ്രീനെ കൂടി ഒരു സൈസ് ഇങ്ങോട്ട് കാണിച്ച് ഡിസൈൻ പോകുന്നുണ്ട്. ഇത് ഡിസൈനൊക്കെ എങ്ങനെ ഇതിനകത്ത് വരും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോഴേ ക്യാമറയിൽ എത്രമാത്രം ഇതാണ്. സൈഡിലേക്ക് പിങ്ക് ഷെയ്ഡ് കറക്റ്റായിട്ട് കാണാം അല്ലേ. ബോട്ടിൽ ഗ്രീൻ ക്യാമറയിൽ കാണുന്നത് തന്നെ, ബോട്ടിൽ ഗ്രീനും പിങ്കും ഇത് വരും മുന്താണിയായിട്ട്. നല്ല ഭംഗിയുള്ള മുന്താണി, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് വരും. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ, ചിലതിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്താണേ. മുന്താണി ഇങ്ങനെ വരും. മുന്താണി എല്ലാം നല്ല സോഫ്റ്റുമാണ്, നല്ല കളറുമാണ്, നല്ല കോമ്പിനേഷനുമാണ്. ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ വരും. ആ പച്ച ബ്ലൗസ് അല്ല കേട്ടോ, ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ വരും.
അടുത്തത് ഇത് സെയിം ആണോ ഒന്ന് നോക്കി? അല്ലല്ലേ, രണ്ടും ബോട്ടിൽ ഗ്രീൻ ആയതുകൊണ്ടേ സെയിം അല്ല, കാരണം ബോർഡറിൻ്റെ വ്യത്യാസമുണ്ട്. കണ്ടോ, അതിന് രണ്ട് സൈഡിലും ഒരേ ബോർഡർ. ഇതിന് മുകളിലത്തെ ബോർഡർ ഇങ്ങനെയാണ്, സെൽഫാണ് ആയിട്ടുള്ള ബോർഡർ. താഴത്തേത് ഇങ്ങനെ വരും. കണ്ടോ, ഇത്രയും വീതിക്കുള്ള ബോർഡർ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതിന് 980 രൂപ ഇതിൻ്റെ വില. ബ്ലൗസ് ഇങ്ങനെ കണ്ടോ. നേവി ബ്ലൂ കളർ, ആദ്യം കാണിച്ച ആ സെയിം സാരിയുടെ നേവി ബ്ലൂ ഷെയ്ഡ് കണ്ടോ. നേവി ബ്ലൂ വിത്ത് മജന്ത അല്ലെങ്കിൽ പിങ്ക് കളർ കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. മുന്താണി നല്ല സോഫ്റ്റുവാ. മുന്താണി നല്ല, സാരി മൊത്തം നല്ല സോഫ്റ്റുവാ, നല്ല ഡിസൈനുമാണ്. ഇത് വരും ബ്ലൗസ് കണ്ടോ. ബ്ലൗസിൻ്റെ കയ്യിൽ ആ ബോർഡറും ഒക്കെ കൂടെ വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു പ്രാവശ്യം തയ്ച്ച് കഴിഞ്ഞിട്ട് സാരിയായിട്ട് ഉടുത്ത് കഴിഞ്ഞിട്ടേ 1, 2, 3 ഒക്കെ ഉടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പാവാട തയ്ക്കത്തില്ലേ, പട്ടുപാവാട. അടുത്തത് ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ്. ഗ്രീനും ഇത് ഈ പറഞ്ഞ പോലെ വരുമ്പോൾ നല്ല കളറുകൾ കോമ്പിനേഷൻസ് ചിലപ്പോൾ വരും, ചിലപ്പോൾ നമ്മൾ എന്തേലും ആവശ്യപ്പെട്ടിരുന്നാലും കിട്ടത്തുമില്ല. അങ്ങനൊരു ഇതുണ്ട്. നേവി ബ്ലൂവും ഗ്രീനും. മുന്താണി വന്നിട്ട് ഇങ്ങനെ. കോപ്പർ ഡിസൈൻ വരുന്ന ഒരു സൈസ് മുന്താണി. ഒരു സൈസല്ല, ഒരു മുന്താണി. ബോർഡർ ഉണ്ടോ ഇങ്ങനെ. ബ്ലൗസ് നേവി ബ്ലൂ, കോപ്പർ ഡിസൈൻ വരുന്ന, കൈക്കും ബോർഡറൊക്കെ ആയിട്ട് നേവി ബ്ലൂ. 980 രൂപ. ഇതെല്ലാം 980. അതുതന്നെയാണ് ഓരോ വ്യത്യാസം വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് എനിക്കറിയത്തില്ല. ഓരോ പ്രാവശ്യം വരുന്നതും പിന്നെ അതിനകത്ത് എന്തെങ്കിലും അതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം കാണും, അല്ലാതെ അങ്ങനെ വരികയില്ല. ക്രീം അല്ലെങ്കിൽ ചിക്കു എന്ന് പറയാൻ പറ്റത്തില്ല. ക്രീമിൻ്റെ ഒരു ചന്ദന കളറൊക്കെ ഇല്ല, ആ കളറും ഒരു റെഡ് ഷെയ്ഡ് വരുന്ന ബോർഡറും. നല്ല സാരി. ഇങ്ങനത്തെ ഈ കോമ്പിനേഷൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നല്ല ഡിമാൻഡ്. ഇപ്പോൾ വിസ്കോസ് ബനാറസി ഒക്കെയാണ് ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിക്കുന്നത്. എന്നാന്നറിയാം, ഇത് സാരി ഉടുത്തു കഴിഞ്ഞ് പിന്നീട് സാരിയുടെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പം സ്കേർട്ട് തയ്ക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് അമ്പലത്തിലൊക്കെ പോകുന്ന പെൺകുടികൾക്ക് നല്ല രസമാണ്. ആർക്ക് വേണേലും ഇടാം കേട്ടോ. പിള്ളേരിപ്പോൾ ഏതൊക്കെ രീതിയിലാണ് മോഡൽ. ഇങ്ങനത്തെ സാരി വാങ്ങിച്ച് സ്കേർട്ടും ടോപ്പും തയ്ക്കുന്നവർ ധാരാളമുണ്ട്, ഫ്രോക്ക് തയ്ക്കുന്നവരുണ്ട്. കാരണം ഇപ്പോഴല്ലേ ഇങ്ങനെ ഇത്രയും വിലയ്ക്കൊക്കെ പട്ട് സാരിയൊക്കെ കിട്ടാൻ തുടങ്ങിയത്. പണ്ടൊന്നും അങ്ങനെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ പണ്ടത്തെ 1000 രൂപയ്ക്ക് ഇപ്പോഴത്തെ 5000 രൂപയുടെ വിലയുണ്ടല്ലേ? ഇല്ലേ? ഉണ്ട്. ബ്ലൂ, പീക്കോക്ക് ബ്ലൂ വിത്ത് യെല്ലോ. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഈ യെല്ലോയ്ക്ക് നല്ലൊരു തെളിച്ചമാണ്. നമ്മുടെ ഫേസിന് നല്ല ഇത് കിട്ടും, കളർ കിട്ടും. അങ്ങനെ ഈ ഒരു തെളിച്ചം വരുമ്പോൾ ബോഡി വരുമ്പോൾ ഇച്ചിരി ഡിമ്മായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ബ്ലൂവും കോപ്പറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരിത്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ താഴെ മുന്താണി ഇങ്ങനെ ഈ നല്ല തെളിഞ്ഞ കളറിൽ നിൽക്കുന്നതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നല്ല ഭംഗിയാണ്. ബോർഡർ ഇങ്ങനെ, ബോർഡറിന് നമ്മൾ സാരി ഫോളൊക്കെ വെച്ചിട്ട് ഉടുക്കണം. നല്ല ഭംഗിയാണ്. പിന്നെ ബ്ലൗസ് ഇങ്ങനെ യെല്ലോ തന്നെ ബ്ലൗസ്. അപ്പോൾ ഇവിടുത്തെ ഇച്ചിരി ഡിമ്മായിട്ടുള്ള കളറാണ്. ബോർഡർ വരുമ്പോൾ എടുത്ത് നിൽക്കുന്ന കളറ്. എൻ്റെ ഫേവററ്റ് കോമ്പിനേഷനാണ് ഇത്. ആ പച്ചയുടെ അല്ലേ ഇത്? ആ പച്ചയുടെ, അതെ. ഏതാ പറയുന്നത്? ബോട്ടിൽ ഗ്രീൻ്റെ അല്ലേ? എന്നാ ഇഷ്ടമാണത്. ഇത് കണ്ടോ, നല്ലൊരു ഒനിയൻ പിങ്ക് കളറേ.
ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. ഒനിയൻ പിങ്ക് എന്ന് പ്യുവർ ഒനിയൻ പിങ്ക് എന്ന് ഞാൻ പറയുന്നില്ല, ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ബോർഡർ ഇതാ ഈ ഗ്രീൻ, നല്ല ബോർഡർ. മുകളിലോട്ട് വരുമ്പം ഇത് കണ്ടോ സെൽഫ്, അതും നല്ല ബോർഡറാണ്. മുന്താണി ഇങ്ങനെ. ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്, ആ ഗ്രീൻ തന്നെ ബ്ലൗസ്. അടിപൊളി സാരി. 980 രൂപയ്ക്ക് നമുക്കൊരു സങ്കടവും വേണ്ട. കാരണം നമുക്ക് നല്ല സൂപ്പറായിട്ട് ഫങ്ഷന് പോവുകയും ചെയ്യാം. ഇത്രയ്ക്ക് റേറ്റല്ലേ വരുന്നുള്ളൂ. ഒട്ടും മോശക്കാരത്തിയാവത്തില്ല. എൻ്റെ സാരി ഇച്ചിരി കുറഞ്ഞു പോയോ എന്നാരും ചിന്തിക്കേണ്ടി വരും. ഇനി നമ്മുടെ പട്ടോള സാരികൾ കാണാം. പട്ടോള സാരികൾ എപ്പോൾ വന്നാലും ഇഷ്ടം പോലെ ഡിമാൻഡുള്ള ഒരു ഐറ്റം. ഇതിപ്പോൾ കാണിക്കണേ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. ഇതിപ്പം വന്നിട്ട് സാരിയുടെ കളർ ഇങ്ങോട്ട് വാ, ഒരു ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഇവിടുത്തെ കണ്ടോ. ഇത് മുന്താണിയാണ്. ഇതിപ്പോൾ മടക്കി വെക്കുന്ന വേറെ രീതിക്ക്. താഴോട്ട് വരുമ്പോൾ ഇവിടെ അതിൻ്റെ മുഴുവൻ കോപ്പർ വീവിങ്ങാണ്. ഇത് കാണുമ്പോൾ തോന്നും ഭയങ്കര വെയിറ്റാണ് ഈ സാരിക്ക്, ഭയങ്കര കനമാണ്, ഭയങ്കര സ്റ്റിഫി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെയൊന്നുമല്ല. ഇത് കണ്ടോ ഇത്രയും ഉള്ളൂ സാധനം. അതിൻ്റെ ഈ ഇതേ കൂടെ വരുന്ന ഈ കോപ്പർ വീവിങ് ആണ് അതിന് ഒരു ഇത് തോന്നിക്കുന്നത്, നമുക്ക് പുറമേ തോന്നിക്കുന്നത്. അതിനോട്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ എങ്ങനെ ഉടുത്ത് വെച്ചാലും അത് ഇരിക്കും, നമുക്ക് ഈസി ആയിട്ട് ഇത് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. മുന്താണി കാണിക്കാം. മുന്താണി ഇതേ ഇങ്ങനെ കേട്ടോ, നല്ല കോപ്പർ ആ ഡിസൈൻ, കോപ്പർ വീവിങ് വരുന്നത്. വീവിങ് ആണ്, എല്ലാം വീവിങ് അല്ലാതെ പ്രിൻ്റഡ് ഒന്നും അല്ല. ഇത് വരും ബ്ലൗസ് കാണാൻ പറ്റുന്നുണ്ടോ? സെയിം തന്നെയാണ്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ കയ്യിൽ ഈ വീതിക്കുള്ള ബോർഡറും എല്ലാം കൂടെ നല്ലൊരു ഭംഗിയായി. ഇപ്പോൾ ഈ സ്റ്റോൺ വർക്കോ അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒത്തിരി രസമാണ്. ഇതിപ്പോൾ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണേ കണ്ടോ. നല്ല സ്മൂത്താണ് താനും. നമുക്കിപ്പം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. 1 പ്ലീറ്റ്സ് ഇടണോ അങ്ങനെയും ഇടാം. പട്ടോള സാരിക്കുള്ള ഡിമാൻഡ് എന്തോ എൻ്റെ ഓൺലൈൻ തുടങ്ങിയ കാലം തൊട്ട് കാണിക്കുന്ന ഒരു സാധനം പട്ടോള സാരി. ഇപ്പോഴും അതിനൊരു മങ്ങൽ വരിട്ടില്ല. പിന്നെ ചില സമയത്ത് വരുന്ന ഈ ചില്ലി റെഡ് കളർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ വൻ ഡിമാൻഡ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വൻ ഡിമാൻഡുള്ള സാധനങ്ങൾ കിട്ടണേ വലിയ പാടാണ്. ഞാനാണ് പേഴ്സണലി അന്വേഷിക്കുന്ന ഒരു സാധനം. അതിൻ്റെ വില സെയിം 980. ഇന്നെല്ലാം 980 കൊണ്ടുള്ള പരിപാടിയാണ്. 1000 ബിലോ 1000 റേറ്റ് ഉള്ളത് കാണിക്കാം എന്നാണ് ഇന്ന് വെച്ചത്. അത് 1-2 എണ്ണത്തിന് മാത്രമേ അത്രയും പോയുള്ളൂ. ബാക്കി എല്ലാം ബിലോ 1000. ബ്ലൂ കളർ. അതിൻ്റെ ബോർഡർ വരുമ്പോൾ അതേ വേറൊരു ബോർഡർ, ഒരു മാംഗോ ഡിസൈനും ടെമ്പിൾ ഡിസൈനും എല്ലാം കൂടെ കൂടിയുള്ളൊരു ബോർഡർ. ഇത് ഒരിക്കലും നമുക്ക് ചിലപ്പോൾ തോന്നും ഇതിടുമ്പോൾ ഇരുണ്ട് പോകും. അതിന് അതിൻ്റെ ഒരു വീവിങ് അങ്ങനെയാണ് പോകുന്നത്. ഒരു ഡാർക്കിഷ് ഷെയ്ഡാണ്. എന്നാന്ന് ചോദിച്ചാൽ ഒരു ആൻറ്റിക് ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു എത്നിക് ഫീൽ തോന്നുന്നൊരു ഇതാണ് അതിൻ്റെ വീവിങ്. പക്ഷേ അതൊരു ഭയങ്കരമായിട്ട് ഭംഗിയാണ് കൊടുത്തു കഴിഞ്ഞാൽ. ഒരിക്കലും നമ്മൾ ഡിമ്മായി പോകത്തില്ല. കളറോ കാര്യങ്ങളോ ഒന്നും കുറഞ്ഞു പോകത്തില്ല. കളറുള്ളവർക്ക് കളർ കൂടുതൽ എടുത്ത് കാണിക്കും. എൻ്റെ ദൈവമേ, ഇതിൻ്റെ മുന്താണി ഇതാ മുന്താണി, ടെമ്പിൾ ഡിസൈൻ വരുന്ന മുന്താണി. ബോർഡർ വരുന്ന ഇങ്ങനെ കേട്ടോ, ഒരു സൈസ് പ്ലെയിൻ അല്ല, പ്ലെയിൻ പോലത്തെ ഒരു ബോർഡർ. ബ്ലൗസും ഇതാണ് ബ്ലൗസ്. ഈ ഭാഗം എന്നിട്ട് കയ്യിൽ ഈ ഒരു ബോർഡർ വരും. സാരിയുടെ ബോർഡർ ഇത്. ഇനി ഒരു ഭയങ്കര എന്താ പറയുക, ഒരു വെറൈറ്റി ലുക്ക് തോന്നിപ്പിക്കുന്ന ഒരു വെറൈറ്റി, എൻ്റെ നോട്ടത്തിൽ ഞാൻ പറയുന്ന കേട്ടോ. ഭയങ്കരമായിട്ട് ഇത് നമുക്ക് സാരി കണ്ടാൽ നമുക്ക് ഓർക്കും ഓ ഇതൊരു ഡള്ളാണ്. പക്ഷേ ഇതിനൊക്കെയാണ് ലുക്ക്. ഇങ്ങനത്തെ പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിമ്മായിട്ടുള്ള ഷെയ്ഡ്സിനൊക്കെയാണ് ഭയങ്കര ലുക്കും അറിയാവുന്നവർക്ക് പ്രിയങ്കരമായിട്ടുള്ളതുമായ സാരികൾ കണ്ടോ. ഇത് ആഷ് കളർ, ആഷും കോപ്പറും കൂടെ കൂടിയിട്ടുള്ള പരിപാടിയാണ്. നല്ല സാരി. ഡിസൈനുണ്ട്. ഈ ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനൊരു സെൽഫ് ഡിസൈനുണ്ട്. ഇങ്ങനൊരിത് കണ്ടോ. ഉണ്ടോ മുന്താണി വന്നിട്ട് ഇങ്ങനെ. മുന്താണി കാണാമോ? മുന്താണി ഇങ്ങനെ. ഈ കാണുന്നത് ബ്ലൗസ്, ഇത് മുന്താണി.
ഇതിൻ്റെ കാണിക്കണമെങ്കിൽ അതാ ഒരു പ്രശ്നം. മുന്താണിയുടെ അറ്റത്താണ് ബ്ലൗസ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിട്ട് കാണിക്കാൻ പറ്റത്തില്ല. സാരി ഇങ്ങനെ ഇട്ട് കാണിച്ചായിരുന്നോ ഞാൻ? എന്നാ കേട്ടിട്ടാന്ന് പറയുന്നത്? ഇനി ഇപ്പം എത്ര എണ്ണം കാണിച്ചു? പട്ടുള്ള സാരി, പട്ടുള്ള സാരിയാ ഇത്? 5-മത്തെയോ? ഗ്രീൻ ഷെയ്ഡ്. അയ്യോ, ഇത് ബ്ലൗസാണ്. എല്ലാത്തിലും കോപ്പർ വീവിങ്ങാണ് പോകുന്നത്, എല്ലാ സാരിക്കും കോപ്പർ വീവിങ്ങാണ് പോകുന്നത്. അതിങ്ങനെ ഈ ഡബിൾ ഷെയ്ഡെന്ന് തോന്നുന്ന ഒരു രീതിക്ക് നമ്മളിപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു ഫീലിംഗ്, ഒരു കോപ്പറിൻ്റെ ആ ഒരു ഇങ്ങനെ ഒരു ഇതടിക്കുന്നത് നമുക്ക് നന്നായിട്ട് കാണാം. ഈ സാരി ഉടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി, ശരിക്കും അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഉടുത്ത് നമുക്ക് ഉടുത്താൽ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഉടുക്കാൻ അറിയാവുന്ന ആൾക്കാർ ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. നല്ലതായിട്ട് പ്ലീറ്റ്സൊക്കെ പിടിച്ച് വെച്ച് ഉടുക്കണം, വളരെ ഭംഗിയായിരിക്കും. ഇത് മുന്താണി, ഇത് ബ്ലൗസ്. അല്ലല്ലേ? കണ്ടോ? ഇത് ബോട്ടിൽ ഗ്രീൻ. എന്നെ രസമല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചുമ്മാ പറയുന്നല്ല കേട്ടോ ഞാൻ. ഇതേ ബോട്ടിൽ ഗ്രീൻ അല്ലേ, ഗ്രേ കളർ. ഇതിൻ്റെ കളറ് പറഞ്ഞാൽ ടീൽ ബ്ലൂ ആണോ, ടീൽ ബ്ലൂവിൻ്റെ ഒരു ഇതാണോ, അതിൽ കൂടെ ഈ ഒരു കോപ്പറിൻ്റെ ഒരു ഇതും കൂടെ പോകുമ്പോൾ എന്നാ ഭംഗിയാന്ന് നോക്ക്. ഇത് അങ്ങനെ ആ ഒരു കാഴ്ച, നമ്മൾ ആ കാഴ്ചപ്പാട് അതായിരിക്കണം, എന്നാലേ നമുക്കതൊരു ഇഷ്ടമായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ ഇരുണ്ടിരിക്കുന്ന പറയും നമ്മൾ ഈ എത്തനിക് സ്റ്റൈലിലൊക്കെ ആ ഒരു ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ എന്നല്ല പറയുന്നത്, ഒരു ആൻറ്റിക്ക് ലുക്കൊക്കെ തോന്നിക്കുന്ന ആ രീതിക്ക് നമ്മൾ നമ്മുടെ ഗെറ്റപ്പ് മാറ്റണം. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഈ സാരി. ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ ഈ പട്ടോളയുടെ എല്ലാ ഡിസൈൻസും ഭയങ്കര കളറെടുപ്പോ തെറിച്ച് നിൽക്കുന്ന ഇതൊന്നും അല്ല. ഇതിൻ്റെ ആ ഒരു വീവിങ്ങും അത് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, ആ കോപ്പർ വീവിങ്ങും ഒക്കെ പോകുന്നതാണ് അതിൻ്റെ ഭംഗി. പ്രത്യേകിച്ച് വൺ പ്ലീറ്റ്സിനെക്കാളും ഇതെപ്പോഴും നല്ലത് ഞൊറിഞ്ഞു കുത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് തോന്നും ഇരുണ്ട കളറുള്ളവർക്ക് ഇത് ചേരത്തില്ല എന്ന്, പക്ഷെ അങ്ങനല്ല. ഇത് ഏത് കളർ ടോണിലുള്ളവർക്കും ചേരും. ഇത് മുന്താണി, ഇത് ബ്ലൗസ്. ബ്ലൗസിൻ്റെ അറ്റത്ത് ഈ ഒരു ബോർഡർ. തീർന്നോ? ബ്ലൗസ് ഇങ്ങനെ ഇട്ടാൽ നല്ല രസം അല്ലേ? ബ്ലൗസ് ഇഷ്ടം പോലെ കേട്ടോ, തുണി 1 മീറ്ററിന് മേളിലുണ്ട് തുണി, ഇഷ്ടംപോലെയുണ്ട്. ഇത് പട്ടോള സാരിക്ക് ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഇഷ്ടം പോലെ ഉണ്ട്, എന്ത് വണ്ണമുള്ളവർക്കും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് തീർന്നു. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിലോ 1000 കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ബിലോ 1000 കൊണ്ടുവന്നത്. അതിനകത്ത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഒരു 1000-ന് ഒരു പൊടിക്ക് കൂടുതൽ, 100 റുപ്പീസ് കൂടുതൽ. ബാക്കിയെല്ലാം ബിലോ 1000 ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക. നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ഞാൻ ചോദിച്ചാൽ വേറൊന്നുമല്ല, പുതുതായിട്ടൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്തിട്ടേ ഹോൾഡ് ചെയ്ത് വെക്കാമോ, നാളെ ഇടാന്ന് പറയും. നമ്മൾ ബുക്കിംഗ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ക്യാഷ് ഇടുന്ന ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കും. കാരണം പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്, പിറ്റേ ദിവസം അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ നോക്കി പിന്നെ ആളെയും കാണത്തില്ല, മെസ്സേജ് അയച്ചാൽ മറുപടിയും കിട്ടത്തില്ല. അവർക്കത് അന്നേരം വേണ്ടാന്ന് തോന്നിക്കാണും, പക്ഷേ റിപ്ലൈ പോലും ചെയ്യത്തില്ല. അതാ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾക്കൊരു ഇതെന്ന് പറയുമ്പോൾ, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്കതൊരു നഷ്ടമായതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കില്ല. വാട്സപ്പ് ത്രൂ ആണ് ബുക്കിങ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.